അതോടൊപ്പം തന്നെ ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുള്ളത്, ഈ ഇത്തരം ബി ക്ലബ്ബുകളൊക്കെ കൊണ്ടുവരുന്നത് വലിയ മുന്നേറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ. തീർച്ചയായിട്ടും ഞാൻ ഇന്ന് കേരളത്തില് ഒക്കെ ആണെങ്കിലും നമ്മുടെ നാട്ടിലും വലിയ വലിയ കോർപ്പറേറ്റുകൾ ബിസിനസ് രംഗത്ത് വലിയ മുന്നേറ്റം നടത്തി അതിശക്തമായി മുന്നേറുന്നുണ്ട്. പക്ഷെ അപ്പോഴും വളരെ പ്രതിസന്ധിയിൽ അകപ്പെടുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് നമ്മുടെ പ്രാദേശികമായി നിൽക്കുന്ന ചെറുകിട കച്ചവടക്കാരാണ്. തീർച്ചയായിട്ടും. അപ്പൊ അവരെ കുറിച്ചുള്ള ഒരു ഭാവി എന്താണ് ബി ക്ലബിന് നമുക്ക് നിങ്ങൾ നിർവചിക്കുന്നത്? അത് നല്ലൊരു ചോദ്യമാണ്. കാരണം വെച്ചാൽ ഒരുപാട് ആളുകൾ വാടക പോലും കൊടുക്കാൻ പറ്റാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുണ്ട്. പക്ഷെ പുറമേ കാണുമ്പോൾ നമുക്ക് വിചാരിക്കും നല്ല സെറ്റപ്പ് ആണെന്ന്. പക്ഷെ ഇങ്ങനെ കണ്ണീരിലാവുന്ന ഒരുപാട് ഗുണം അവരുടെ ലോൺ എടുത്തിട്ടായിട്ട് പലരും ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാകാം. പക്ഷെ ഒരു പ്രധാന കാര്യം നമ്മൾ ബി ക്ലബ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ആ ഒരു നോളജ് സ്കില്ലൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ അപ്ഡേറ്റ് ചെയ്യാത്ത ഒരാൾ ഔട്ട്ഡേറ്റ് ആയി പോകും. നമ്മൾ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ കോർപ്പറേറ്റിന്റെ ഇടയിൽ നമുക്ക് മത്സരിക്കാമെന്ന് നമ്മളെ സംബന്ധിച്ചോളം നൽകുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഉള്ള സംഗതികളെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യാം, അവരുടെ പ്രോബ്ലം എന്താണെന്ന് അത് പഠിച്ച് അവർക്ക് അതിന്റെ സൊല്യൂഷൻ നമ്മൾ ഇതിലൂടെ ഉണ്ടാക്കി പുതിയ കാലത്തിനനുസരിച്ച് നിൽക്കാനുള്ള അത് പല കാരണങ്ങളുണ്ടാവും. അപ്പൊ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്ക് കാരണം ഫൈനാൻഷ്യൽ പ്രോബ്ലം തന്നെയാണ്. അപ്പൊ അതിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഇൻവെസ്റ്റ്മെന്റ് അവര് ഒരേ ബിസിനസ് സമയത്ത് തന്നെ എങ്ങനെ ചില ആളുകൾ കടം കൊടുത്തിട്ട് മുടിയുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ ബിസിനസ് നടക്കാൻ വേണ്ടി. അപ്പൊ അതിനെ കുറിച്ചൊക്കെ വ്യക്തമായ ഗൈഡൻസ് നമ്മൾ ഇതിലൂടെ കൊടുക്കുന്നുണ്ട്. യെസ്. കാരണം വെച്ചാല് ഒരാൾ പ്രയാസപ്പെടുമ്പോൾ സഹായിക്കുക എന്നത് മനുഷ്യത്വമാണ്. പക്ഷെ ആ പ്രയാസം നമുക്ക് പ്രയാസം ഉണ്ടാക്കുക എന്നതൊക്കെ ഇപ്പൊ നോ പറയേണ്ട അടുത്ത് നോ പറഞ്ഞില്ലെങ്കിൽ സ്ട്രെസ് കൂടും. അപ്പൊ ആ ഒരു ബിഹേവിയറിൽ ഓരോ മനുഷ്യരുടെയും കുറിച്ചുള്ള നമുക്ക് എങ്ങനെ അവിടെ ഡെവലപ്പ് ചെയ്യാനുള്ള ഐഡിയാസ് ഒക്കെ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊരു മെന്റർഷിപ്പും കൂടിയാണ്. മെന്ററിങ് ആ കൊടുക്കുന്നത്. ഓരോരുത്തരും അവർ ഇരുന്നിട്ട് അവർക്ക് വേണ്ട ഗൈഡൻസ് നമ്മൾ ഇതിൽ കൊടുക്കും. അപ്പൊ അവരുടെ ഐഡിയാസ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് അല്ലേ. അപ്പൊ അവരെ പുതിയ പുതിയ ഇന്നോവേഷൻ ആയിട്ടുള്ള ഐഡിയാസ് അവർ ഇതിലൂടെ വർക്ക്ഔട്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഈ കൺസെപ്റ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ഒരു ചെറുകിട വ്യവസായിയാണ് നാട്ടിലെ എന്ന് കരുതുക. എന്റെ അടുത്ത് ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ആ പ്രോഡക്റ്റിനെ ഒരു ബ്രാൻഡ് ചെയ്തുകൊണ്ട് ഈ കൂട്ടായ്മയിൽ തീർച്ചയായും നമ്മള് നല്ലൊരു വാക്കാണ് അങ്ങ് സൂചിപ്പിച്ചത്, ബ്രാൻഡിങ് എന്നത്. ആദ്യം നമുക്ക് നമ്മളെ ബ്രാൻഡ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഒട്ടുമിക്ക ആൾക്കാർ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളത് കെണിയിൽപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഫിയർ ആണ് ഏറ്റവും വലിയ തടസ്സം. നമ്മൾ മുന്നോട്ട് പോകും ഫിയറും ആൻഡ് ഡൗട്ടും ആണ്. അപ്പൊ ആ ബ്രാൻഡിങ്ങിനുള്ള ഇപ്പൊ നമ്മൾ ഇന്നത്തെ കാലത്ത് ടെക്നോളജി അത്രയും ഡെവലപ്ഡ് ആണ്. അപ്പൊ ഇപ്പൊ നമുക്കറിയാം ChatGPT പോലത്തെ എല്ലാ സംവിധാനവും ഉണ്ട്. ഇന്നത്തെ കാലത്ത് നമുക്ക് ബിസിനസ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം നമുക്ക് നമ്മളെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനുള്ള ഇതൊക്കെ ഐഡിയാസ് വർക്ക്ഔട്ട് ചെയ്യാനുള്ള കറേജ് പലർക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കംഫർട്ട് സോണിൽ നിൽക്കാണ് എല്ലാവർക്കും ഇഷ്ടം. ഇങ്ങനെയൊക്കെ പോയാൽ മതി. പക്ഷെ ആ കറേജ് സോണിലേക്ക് ആ ചവിട്ടുപടികൾ കയറുക എന്നത് വ്യക്തമായ ഗൈഡൻസ് ഉണ്ടെങ്കിൽ പറ്റുള്ളൂ. അതാണ് നമ്മൾ ബി ക്ലബിൽ പ്രധാനമായിട്ടും ഊന്നൽ നൽകുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ പല അറിയപ്പെടുന്ന ബിസിനസ് ഗ്രൂപ്പുകളും ഉണ്ട്. ഇന്റർനാഷണൽ ലെവലിൽ ഉള്ള ഗ്രൂപ്പുകളുണ്ട്, പ്രാദേശിക ലെവലിൽ പ്രവർത്തിക്കുന്ന മറ്റ് ഗ്രൂപ്പുകളുണ്ട്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എന്താണ് ബി ക്ലബിന് പറയാനുള്ളത്, എടുത്തു പറയാനുള്ളത്? അല്ലെ, ബി ക്ലബിന്റെ ഏറ്റവും വലിയ സവിശേഷത ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം തന്നെ, ഏതൊരു സാധാരണക്കാരനും ഇതിൽ അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. അത് താങ്കൾ സൂചിപ്പിച്ച പോലെ ഒട്ടുമിക്ക ആൾക്കാർക്കും മറ്റു പല ക്ലബുകളും അസോസിയേറ്റ് ചെയ്യാൻ പറ്റാത്തതൊന്നും സാമ്പത്തികമായി ഒത്തിരി ക്രൈറ്റീരിയ അതിന് പറയുന്നുണ്ട്. ജോയിനിങ് ഫീസും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചോളം നമ്മളുടെ ഈ ക്ലബ്ബ് നമ്മളുടെ എല്ലാവരുടെയും ക്ലബ്ബാണ്. നമുക്ക് ഒരുമിച്ച് വളരാമെന്ന രീതിയിലാണ്. അപ്പൊ അതിന് നമ്മൾ റൺ ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു നിശ്ചിത തുക മാത്രമേ ഇതിൽ ഈടാക്കുന്നുള്ളൂ. ആ നിശ്ചിത തുക എന്തിനാ, ആ വരുന്ന ആളുകൾക്ക് അവരുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ മാത്രമാണ്. അല്ലാതെ നമ്മളിതിൽ എൻട്രി ഫീ എന്ന് പറഞ്ഞ് വലിയൊരു സംഖ്യ വാങ്ങി അങ്ങനത്തെ സംവിധാനം ഇതിലില്ല. ഇത് നമ്മൾ പ്രാദേശികമായി പ്രവർത്തിക്കുകയാണെങ്കിൽ പോലും ഇത് ഗ്ലോബൽ ലെവലിലാണ് ഇതിന്റെ വിഷൻ കിടക്കുന്നത്. അപ്പോൾ സാധാരണക്കാരെ ഒരാൾക്ക് അയാളുടെ ബിസിനസ് ഏറ്റവും ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള കരുത്ത്, അതായത് അയാളുടെ ആ കംഫർട്ടിൽ നിന്ന് അയാളെ ബ്രേക്ക് ചെയ്തിട്ട് കറേജിലേക്ക് എത്തിക്കണം. ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നൊരു പേടിയുണ്ട്. ആ കംഫർട്ട് സോണിൽ നിന്ന് കറേജ് സോണിലേക്ക് ബി ക്ലബിൽ വന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും എത്താൻ പറ്റും. ഇതാണ് അവർക്ക് വേണ്ട ഊർജ്ജം. ചെറുകിട ബിസിനസ് ആണെങ്കിലും അവർക്ക് അത് ഈ കൂട്ടായ്മയിലൂടെ വന്ന് അത് നെക്സ്റ്റ് ലെവലിൽ തീർച്ചയായിട്ടും. കാരണം ഇവിടെ പരസ്പരം ബിസിനസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്ന ഒരു പ്രക്രിയ കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോ ടേബിൾ രൂപീകരിക്കുന്ന സമയത്ത്
വ്യത്യസ്ത കാറ്റഗറിയിലുള്ള ആളുകളിലാണ് ഇതിലുണ്ടാവുക, ഓരോ ടേബിളിലും അങ്ങനെ. അപ്പൊ ഇവിടെ തന്നെ നമ്മളെ മീറ്റിംഗ് സമയത്ത് തന്നെ അയാൾക്ക് അയാളെ കുറിച്ച് സ്വയം പരിചയപ്പെടുത്താനും അതോടൊപ്പം തന്നെ ഈ മീറ്റിംഗ് കഴിയുമ്പോഴേക്കും ഒന്നോ രണ്ടോ ബിസിനസ് അല്ലെങ്കിൽ പരസ്പരം ബിസിനസ് കൈമാറ്റുന്ന ഒരു പ്രക്രിയയും കൂടിയാണ് നമ്മൾ ഇതിൽ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഫോളോ അപ്പ് മറ്റു കാര്യങ്ങളുണ്ടാവും. ആ ബിസിനസ് നടന്നോ, കാരണം ഇതിന് ഫോളോ അപ്പ് മസ്റ്റ് ആണ്. വെറുതെ മീറ്റിംഗ് കൂടിയിട്ട് നമ്മൾ ഡിസ്കഷൻ നടത്തി പോകുന്നതിന് പകരം ഓരോ മീറ്റിംഗിലും നെക്സ്റ്റ് മീറ്റിംഗിലേക്ക് വരുമ്പോൾ ഇത് ഫോളോ അപ്പ് നടക്കും. അങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. എനിക്കിനി അവസാനമായി ചോദിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഈ കൂട്ടായ്മ ഇപ്പൊ ഈ പോഡ്കാസ്റ്റ് കാണുന്ന യുവ സംരംഭകർ എന്ന് പറയുന്ന ഒരു പുതിയ തലമുറ ഉണ്ടല്ലോ, യുവ സംരംഭകരായിട്ടുള്ള, തീർച്ചയായും അവർ നമ്മുടെ ഈ ബിസിനസ് കൂട്ടായ്മയിലേക്ക്, ഈ ക്ലബിലേക്ക് അംഗമാകണം എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. എന്നാൽ അവർക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണ്? കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയാണ്. അപ്പോൾ ഈ തൊഴിലില്ലായ്മക്ക് പ്രധാന കാരണം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം തന്നെ, ആവർത്തിച്ച് പറയല്ല, സപ്പോർട്ടില്ലായ്മയാണ്. കാരണം ബിസിനസ് തുടങ്ങാനുള്ള ഐഡിയാസ് ഒക്കെ ഉണ്ടാവും. നമ്മളൊക്കെ കാണാം, സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട്, പല ആളുകളും സംരംഭം തുടങ്ങുന്നുണ്ട്. പക്ഷെ അത് നിർത്തിപ്പോകുന്ന വെച്ചാൽ സപ്പോർട്ട് ഇല്ലാത്തതാണ്. ബി ക്ലബിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ റൈസ് ആൻഡ് കണക്ഷൻ ആണ്. അപ്പൊ MA കബീർ സാറെ പോലത്തെ ആളുകളുടെ എന്റർപ്രനർ സക്സസ് ആയ ആളുകളുടെ അവരുമായിട്ടുള്ള ടോക്ക് ചെയ്യാനും ഇവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കാനൊക്കെ ഇതിലൂടെ സാധിക്കും. അപ്പൊ പിന്നെ യൂത്തിനൊക്കെ തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു അവസരം കൂടിയാണ്. കാരണം വലിയ വിജയിച്ച ആളുകൾ തീർച്ചയായിട്ടും അത് നമുക്ക് വലിയൊരു ഊർജ്ജം തരും. ആ സർക്കിളിൽ നമ്മൾ പെടുമ്പോൾ സ്വാഭാവികമായിട്ടും സംസർഗാജ ഗുണദോഷ ഭവന്തോ എന്ന് സംസ്കൃതത്തിൽ പറയാം. നമ്മൾ ആരുമായിട്ടാണ് സംസർഗം ചെയ്യുന്നത്. ഇപ്പൊ സക്സസ് ആയ ഒരാളുമായിട്ട് കൂടുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ സക്സസ് ആവും. അപ്പോൾ അവിടെ നമുക്കൊരു മോഡലിംഗ് കിട്ടും. അപ്പൊ അതാണ് നമ്മൾ പ്രധാനം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാനും അവരെ കൂടെ ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു എനർജി വേറെ തന്നെയാണ്. അപ്പൊ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിഷനും അത് തന്നെയാണ്. ഏത് ചെറു ആളുകൾ, പ്രത്യേകിച്ച് യൂത്തിനെയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം യൂത്തിന്റെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലല്ല, അതൊക്കെ നമുക്കൊരു മുതൽക്കൂട്ടുമാണ്. അപ്പൊ അത് വർക്കൗട്ട് ചെയ്യാനും കൂടിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ബി ക്ലബ്ബ്. പ്രിയപ്പെട്ട നവാസ് സാറ് സൂചിപ്പിച്ചതുപോലെ വളരെ വ്യത്യസ്തമായ തലത്തിലേക്ക് ഉയർന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയായി രൂപപ്പെട്ട് വരുന്ന ബി ക്ലബിലേക്ക് എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. വളരെ നന്ദി, നമസ്കാരം. സന്തോഷം, താങ്ക് യു.